പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനും പോയിരുന്നല്ലോ. ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കണ്ടാണുള്ള വിഷ്വൽ, നമ്മൾ ഡ്രോണൊക്കെ ഇട്ട് വലിയ ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ വലിയ തിരക്കായിരുന്നു. മുന്നിലത്തെ വാഹനത്തിൽ പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ നീങ്ങാണ്. രാഹുൽ ഗാന്ധിയുണ്ട്, സഹോദരൻ, അമ്മ സോണിയാഗാന്ധിയുണ്ട്, ഭർത്താവ് റോബർട്ട് വാദ്രയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, അവരുടെ 2 മക്കളുമുണ്ട്. അപ്പോൾ കുടുംബമായിട്ട് വന്ന് വലിയ സന്തോഷത്തോടെ ഉറപ്പായിട്ടും ജയിക്കുന്നൊരു സ്ഥലത്ത് പത്രിക കൊടുത്ത് പോകുന്ന ആ വലിയ വാഹനത്തിൻ്റെ മുന്നിൽ ലൈറ്റ് പ്രത്യേകമായിട്ട് അങ്ങോട്ട് അടിച്ചില്ല. ഈ താര സാന്നിധ്യം, ഹർഷ പറഞ്ഞ താര നേതാവിൻ്റെ മുന്നിൽ അവർ കുടുംബപരമായിട്ട് വരുമ്പോൾ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ ഈ തീ പോലത്തെ വെയിലിൽ, ഞാൻ നമ്മുടെ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്, പക്ഷേ ഒരു സ്വാർത്ഥ താല്പര്യമില്ലാതെ തങ്ങളുടെ മുഖം ക്യാമറയിൽ വരും എന്ന താല്പര്യം പോലും ഇല്ലാതെ എത്രയോ മനുഷ്യർ ഇവരെ വിജയിപ്പിക്കാനും മറ്റുമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്നു ജോസ് നെല്ലയടം എന്ന് നമ്മൾ ഓർക്കണം. അതിനകത്തുണ്ടായിരുന്നു ഈ 5 പേരിൽ അന്നുണ്ടായിരുന്ന മനുഷ്യർ എന്ന് നമ്മൾ ഓർക്കണം. കോൺഗ്രസ് നേതാക്കളായതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതായത് അവരുടെ വ്യക്തിപരമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടല്ല. വയനാട് എന്ന് വെച്ചാൽ നമ്മൾ സങ്കടകരമായൊരു കാര്യം, വയനാട് കർഷക ആത്മഹത്യകൾ നടന്ന സ്ഥലമാണ്. നമുക്ക് അറിയാവുന്ന സങ്കടകരമായ കാര്യങ്ങൾ അവിടെയുണ്ട്. ജീവിതം അത്രയ്ക്ക് സുഖകരമായിട്ടുള്ള സ്ഥലമല്ല കുറേ കാലം മുമ്പെങ്കിലും അവിടെ അങ്ങനെ. ഇപ്പോൾ പക്ഷേ രാഷ്ട്രീയക്കാർ, അതും രാജ്യം ഭരിച്ച എത്രയോ വർഷങ്ങൾ, ദശാബ്ദങ്ങൾ ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളായിരുന്നിട്ട് പ്രിയങ്ക ഗാന്ധി റോബർട്ട് വാദ്രയുടെ ഭാര്യ എന്ന നിലയ്ക്ക് വീട്ടമ്മയായിട്ട് വീട്ടിലിരുന്ന സമയത്ത് മക്കളെയും മറ്റും നല്ല രീതിയിൽ താരമായിട്ട് ഇങ്ങനെ വീട്ടിനകത്തെ താരമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്ത് 10-14 വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മനുഷ്യർ ആണ് ഈ ജോസ് നെല്ലയടമൊക്കെ. അവർ ആ പരിപാടിയിലുണ്ടായിരുന്നു. അവരുടെ ആത്മഹത്യ നടന്നിരിക്കുകയാണ്. ഇവരവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പോ പിമ്പോ ഉള്ളൊരു ദിവസമാണ് ഈ ജോസ് നെല്ലയുടെ ആത്മഹത്യ ചെയ്തത്. അവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നെ ചെറുവയൽ രാമൻ വയനാട്ടിൽ എത്രയോ കാലമായിട്ടുണ്ട്. നമ്മളൊക്കെ മാധ്യമപ്രവർത്തനം നടക്കുന്നതിന് മുമ്പേ ചെറുവയൽ രാമൻ ഇപ്പോൾ കാണുന്ന ചെറുവയൽ രാമനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എം.എൻ. കാരശ്ശേരി, നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എം.എൻ. കാരശ്ശേരിയായിട്ട് നിൽക്കുന്നുണ്ട്. എത്രയോ വലിയ എം.എൻ. കാരശ്ശേരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഉന്നതികൾ നേരത്തെ അവിടെയുണ്ട്. പേര് മാറ്റമായിരുന്നു, നേരത്തെ അവിടെയുണ്ട്. ഈ BJP-ക്കാർ പറയുന്നത് ഈ എത്രയോ വർഷം ദശാബ്ദങ്ങൾ ഭരിച്ചല്ലോ കോൺഗ്രസ്സുകാർ. ചെറുവയൽ രാമൻ്റെ ഔന്നത്യത്തിലും അദ്ദേഹത്തിൻ്റെ പദവിയിലും അദ്ദേഹത്തിൻ്റെ അധ്വാന ശേഷിയിലുമായിട്ട് എത്രയോ ദശാബ്ദങ്ങളായിട്ട് അവിടെയുണ്ട്. ഈ ചെറുവയൽ രാമന് പത്മ പുരസ്കാരം കൊടുക്കാൻ നരേന്ദ്രമോദിജി വരേണ്ടി വന്നു. നരേന്ദ്രമോദിജിയാണ് പത്മശ്രീ കൊടുത്തത്. മറ്റവർ വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തപ്പോൾ ഇവരെ ആദിവാസി മേഖലയിൽ നിന്നും ഇങ്ങനെ കാർഷിക മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് മോദിയുടെ സർക്കാരാണ് ഈ പത്മശ്രീ കൊടുത്തത്. അവരെ ഇപ്പോൾ കണ്ടെത്തിയ ആളുകളെപ്പോലെ എം.എൻ. കാരശ്ശേരിയെയും ഇവരെയൊക്കെ പോയി കാണുമ്പോൾ, എന്നിട്ട് മാധ്യമങ്ങളെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ നിൽക്കുമ്പോൾ ഇവരൊരു താരമാണല്ലോ എന്ന് കണ്ട് നമ്മൾ ആനുകൂല്യം കൊടുക്കുന്നത് ശരിയായിരിക്കില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.